ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 3 മിൽക്ക് കേക്കാണ്. സ്ട്രോബെറി ഫ്ലേവറുള്ള ലെച്ചസ് കേക്ക്. അപ്പോൾ ഞാനിത് ഓവനില്ലാതെയാണ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കൊരു പുഡിങ്ങൊക്കെ കഴിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഈ കേക്ക് കഴിക്കുമ്പോൾ. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഫസ്റ്റ് നമുക്ക് കേക്ക് ടിന്നൊന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ കുറച്ച് ഓയിൽ കേക്ക് ടിന്നിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡിലും അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അധികം ഓയിലിൻ്റെ ക്വാണ്ടിറ്റി കൂടണ്ട കേട്ടോ, കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അധികം ഓയിലായാൽ നമ്മൾ കേക്ക് ഹാർഡായി പോകും. ഇതിലോട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ പൊടി മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് എടുത്താലും മതി. ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ മിക്സ് ഒന്ന് റെഡിയാക്കി വെക്കാം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരിച്ചിട്ടെടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് തട്ടിയെടുത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്താൽ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഒരു ബൗളിലോട്ട് 4 മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊട്ടും വെള്ളം ഉണ്ടായിരിക്കരുത്. നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക. അപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് പിന്നെ സ്പീഡ് കൂട്ടി കൊടുക്കുക. അപ്പോൾ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഷുഗർ കുറേശ്ശെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തത്. അപ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചാൽ നിങ്ങൾക്ക് 1 കപ്പ് കിട്ടും. അപ്പോൾ ഇത് കുറേശ്ശെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയണ വരെ എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പതഞ്ഞ് വന്നാൽ നമുക്ക് കേക്കിന് ഒട്ടും മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നല്ല പതിപ്പിച്ചിട്ടെടുത്താൽ കംപ്ലീറ്റ് ഷുഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഫ്ലഫി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എഗ്ഗിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിൽ നല്ലൊരു ക്രീമി രൂപത്തിൽ നമുക്ക് കിട്ടണം. ഇപ്പോൾ നമ്മൾ എഗ്ഗ് നല്ല ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ പാലും ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി എഗ്ഗിൻ്റെ കൂട്ടിലോട്ട് നമുക്ക് ഫ്ലോർ മിക്സ് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. പറ്റ ടൈം ഒന്നിച്ച് ചേർക്കാതെ കുറേശ്ശെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പതുക്കെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പതിപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള എഗ്ഗൊന്നും താന്നു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിലും പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് കുറേശ്ശെ ഫ്ലോർ ഇട്ടിട്ട് കുറേശ്ശെ പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ കംപ്ലീറ്റ് ഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സ്ട്രോബെറിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം കൂടി പോകരുത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഉറ്റിച്ച് കൊടുത്തിട്ട് നോക്കുക. എന്നിട്ട് ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ എന്തിലാണോ ബേക്ക് ചെയ്യാൻ പോകുന്നത് അതൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ചേർത്ത് കൊടുക്കുക. ബാറ്റർ ഒഴിച്ചതിന് ശേഷം 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കടായിലോട്ട് നമുക്ക് വെച്ചെടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 30 to 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല സ്മെല്ല് വരെ അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് കുത്തി നോക്കാം ടൂത്ത് പിക്ക് കൊണ്ട്. പായിട്ടില്ലെങ്കിൽ 5 മിനിറ്റ് കൂടി വെച്ചാൽ മതി. ഇനി ഇത് ബേക്കായി വരുന്ന സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മിൽക്കിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി വെക്കണം. ഒരു പാനിലോട്ട് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് പാലിലോട്ട് കണ്ടൻസ് മിൽക്കും ക്രീമും ചേർത്ത് കൊടുക്കുക. പക്ഷേ ഈ രീതിയിൽ പാലും തിളപ്പിച്ചിട്ടൊന്ന് കുറുക്കിയിട്ട് എടുത്തിട്ട് ചേർക്കുമ്പോൾ നമ്മൾ ആ മിൽക്കിൻ്റെ മിക്സിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കേക്ക് സോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കേക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. പാല് നല്ല തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്ലെയിം കുറച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുറുക്കിയിട്ടെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് പാലൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും പാലും നല്ലോണം മിക്സായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലോണം തണുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ക്രീം ചേർക്കണ മുന്നേ നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ എന്തെങ്കിലും പാടൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കണം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കേക്ക് റെഡി ആയിക്കണോ നോക്കാം. അപ്പോൾ ഒരു 35-40 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കേക്ക് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ബൗൾ ഫ്രീസറിൽ വെച്ചെടുത്തതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ തുടച്ചിട്ട് കളയുക. എന്നിട്ട് ഇതിലോട്ട് 1.5 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കണം. ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ലോ സ്പീഡിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്രീം വിപ്പായി വരുന്ന സമയത്ത് 3rd സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്രീം കുറച്ച് വിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി സ്റ്റിഫായിട്ട് കിട്ടണം. അപ്പോൾ നമുക്കൊന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഈ സമയത്ത് നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ചതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കേക്ക് തണുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിൽക്കിൻ്റെ മിക്സ് ഇല്ലേ അതിലോട്ട് സ്ട്രോബെറിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കേക്കിൽ ചേർത്തിട്ടുള്ള എസൻസ് തന്നെയാണ്. അപ്പോൾ കുറച്ച് ചേർക്കാനേ പാടുള്ളൂ കേട്ടോ, അധികം ചേർത്ത് കൊടുക്കരുത്. ഇനി ഒരു ഫോർക്ക് കൊണ്ട് നമുക്കിതൊന്ന് കുത്തി കൊടുക്കാം. നമുക്കിതിലോട്ട് പാൽ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്ന മുന്നേ കുറച്ച് മിൽക്കിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 പീസിനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് കേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചൊരു കുഴിയുള്ള പാത്രം എടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് മിൽക്കിൻ്റെ മിക്സ് നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ആവശ്യത്തിന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കേക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് മിൽക്കിൻ്റെ മിക്സ് നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ മിൽക്കിൻ്റെ മിക്സിൽ നമ്മൾ കേക്ക് നല്ല സോക്കായിട്ട് കിട്ടുമ്പോഴാണ് കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നമുക്ക് കേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒഴിച്ചിട്ടുള്ള മിൽക്കിൻ്റെ മിക്സൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കേക്ക് ഒന്ന് 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. നമ്മൾ ക്രീമിനൊരു പിങ്ക് ഷെയ്ഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റോസ് പിങ്ക് കളർ ചേർക്കുന്നുണ്ട്. അത് വിൽട്ടൻ്റെ ജെൽ കളറാണ്. ഇതുപോലത്തെ എന്തെങ്കിലും സ്ക്യൂവറോ അല്ലെങ്കിൽ ബ്രഷോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ കുറച്ച് കളറ് ഈ പൈപ്പിംഗ് ബാഗിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി പൈപ്പിംഗ് ബാഗിലോട്ട് ആവശ്യത്തിന് ക്രീം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കേക്കിൽ ഒഴിച്ചിട്ടുള്ള പാലൊക്കെ നല്ലോണം സോക്കായിട്ട് കേക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം മുകളിലോട്ട് നമുക്ക് ഇഷ്ടത്തിന് ഐസിങ് ചെയ്തെടുക്കാം. മോളാണ് കേട്ടോ ഐസിങ് ചെയ്യുന്നത്. അവൾക്ക് നല്ല ഇഷ്ടമാണ് ഐസിങ് ചെയ്യാൻ. അപ്പോൾ ഞാനിങ്ങനെ കേക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവൾ ഐസിങ് ചെയ്യലുണ്ട്. ഇപ്പോൾ മുകൾ ഭാഗം കംപ്ലീറ്റ് കുഞ്ഞു കുഞ്ഞു ഫ്ലവറിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്താഷ്യ കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ക്രീമൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 അവർ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇപ്പോൾ ഞാൻ 1 അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മിൽക്കിൻ്റെ മിക്സ് ഇല്ലേ അത് നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് സെർവ് ചെയ്താലും മതി. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഒഴിച്ചെടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്.
അപ്പോൾ നമുക്ക് ഒഴിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള മിൽക്കിൻ്റെ മിക്സൊക്കെ താഴത്തൊക്കെ ഇറങ്ങി കേക്കിലേക്ക് ഒന്നും കൂടി പിടിച്ച് നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഒഴിച്ചപാട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലോണം കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, കാരണം ഇത് 2 ലെയർ ആയിട്ടല്ലേ നമ്മൾ സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട നല്ല സോഫ്റ്റായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്. അപ്പോൾ മോൾക്ക് സ്ട്രോബെറിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിനെക്കൊണ്ടാണ് ഞാൻ ഈ സ്ട്രോബെറി ഫ്ലേവർ വെച്ചിട്ട് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.